ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിൻ്റെ ഇപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞല്ലോ, സച്ചി തന്നെയാണ് ആ കത്ത് കൊടുത്തു വിട്ടതെന്നാണ് ശ്രുതി പറയുന്നത്. എന്നിട്ട് നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു, സച്ചിനെ വിളിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. സച്ചിനെ ഫോൺ കോൾ ചെയ്ത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വരത്തെറി കേൾക്കുന്നത് നന്നായിട്ട് അറിയാം. എടുത്തു ചാടി കയറി വരും. അപ്പൊ നമ്മുടെ രേവതി ചെന്ന് പറഞ്ഞ് മയക്കി സോപ്പിട്ട് കൊണ്ടുവരാമല്ലോ. അപ്പൊ അതിനുവേണ്ടിയാണ് രേവതി പോകുന്നത്. ഈ സമയത്താണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം, അവൻ ഇങ്ങ് വരട്ടെ, അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവനെന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണല്ലേ, അവനെ ഞാൻ പേടിപ്പിക്കാം, അവൻ എങ്ങനെയാ പേടിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി പുറത്തിറങ്ങി നിന്ന് സച്ചിനെ ഫോൺ വിളിക്കാണ് കേട്ടോ. സച്ചിനെ ഫോൺ വിളിച്ചിട്ട് എന്ത് ചെയ്താൽ സച്ചി ഫോൺ എടുക്കുന്നില്ല. ഏതായാലും പിന്നെ പോവാതെ വേറെ രക്ഷയില്ലെന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലായി. ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതി ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും വീട്ടിലേക്ക് കയറി വരിക. അപ്പം രേവതി ചോദിച്ചു, ഇത് എന്താ സച്ചിയുടെ ഫോൺ എടുക്കാത്തത്? അത് ഞാൻ ഇങ്ങോട്ടേക്ക് വരികയല്ലേ, പിന്നെ എന്തിനാ ഞാൻ ഫോൺ എടുക്കുന്നത്? എടുത്തില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരാനിരിക്കുമായിരുന്നു. എന്തിനാ നീ എന്നെ കാണാൻ വരുന്നത്? എന്താ രേവതി നിനക്ക് പറ്റിയത്? എന്തിനാ എന്നെ കാണാൻ വരുന്നത്? അത് പറ. ഓ, എനിക്ക് മനസ്സിലായി, എന്നെ കാണാതെ ഇരിക്കാൻ നിനക്ക് പറ്റുന്നില്ലല്ലേ. നീ മനസ്സിൽ വിചാരിച്ചപ്പോ തന്നെ ഞാൻ ഇങ്ങ് വന്നില്ലേ, സന്തോഷമായില്ലേ? അതാണ് മനപ്പൊരുത്തം. ഓ, മനപ്പൊരുത്തം. ഒന്ന് മിണ്ടാതിരിക്കാൻ പൊന്നു സച്ചേട്ടാ. വാ, നമുക്ക് രണ്ടുപേർക്കും പുറത്ത് പോയി ഒന്ന് കറങ്ങിയാലോ. പൊന്നു സച്ചേട്ടൻ മിണ്ടാതിരിക്കും. നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്നാ പറയുന്നത്. അതെന്ത് പറ്റി? അതെന്തിനു നമ്മൾ പുറത്തു പോകേണ്ടത്? എന്താ പ്രശ്നമുണ്ടല്ലോ? എന്താ രേവതി, എന്താ പറ. അമ്മ വല്ല കുഴപ്പമുണ്ടാക്കിയോ? അമ്മയല്ല കുഴപ്പമുണ്ടാക്കുന്നത്, സച്ചേട്ടന്റെ ഏട്ടനാ കുഴപ്പമുണ്ടാക്കുന്നത്. അവനോ? ആ സുതിയോ? അതേന്നെ, സുതിയാ കുഴപ്പമുണ്ടാക്കുന്നത്. ദേ ഞാൻ പറയുന്നത് സച്ചേട്ടൻ സമാധാനമായിട്ടൊന്ന് കേൾക്കണം, ദേഷ്യപ്പെടരുത്. അപ്പൊ ദേഷ്യം വരാൻ പോകുന്ന കാര്യമല്ലേ പറയാൻ പോകുന്നത്. ഏതായാലും നീ പറ. അത് പിന്നെ സച്ചേട്ടന്റെ ഏട്ടനെ അന്ന് കൊടുത്ത പോലെ ആരോ ഒരു കത്ത് കൊടുത്തു വിട്ടു. അതിലെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും, നിന്റെ സഹോദരൻ ജയിലിൽ പോകും, നീ ആത്മഹത്യ ചെയ്യും എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓ, അങ്ങനെയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഒരു ചിരി. അത് പിന്നെ സച്ചേട്ടൻ ലെറ്റർ കൊടുത്തു വിട്ട് പേടിപ്പിക്കുന്നത് സച്ചേട്ടനാണെന്നാ നിങ്ങളുടെ ഏട്ടൻ പറയുന്നത്. ഞാനോ? ഞാൻ കൊടുത്തുവിട്ട് പേടിപ്പിച്ചെന്നോ? അതേന്നെ, സച്ചേട്ടൻ കൊടുത്തു വിട്ട് പേടിപ്പിച്ചെന്ന് തന്നെയാ പറയുന്നത്. അതും വിശ്വസിച്ചിട്ട് ഇപ്പൊ അമ്മ വാളെടുത്ത് നിൽക്കുക. നമ്മൾ രണ്ടുപേരും ഇനി ഈ വീട്ടിൽ നിൽക്കരുത്, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം അത്രേ. ഓ കൊള്ളാം, ഇവരെല്ലാം എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാന് അവനെ ലെറ്റർ അയച്ച് പേടിപ്പിക്കാനോ? അവനെ ഇന്ന് ഞാനുണ്ടല്ലോ. അത് പിന്നെ സച്ചേട്ടാ ഒന്ന് നിൽക്കുക, ഞാൻ പറയട്ടെ. ദേഷ്യപ്പെടാതെ. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല രേവതി. എന്തിനാ ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ ഇടുന്നത്? സച്ചേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കും അറിയാം. ഞാനത് അവരോട് പറയുകയും ചെയ്തതാ. പക്ഷേ അവരത് ചെവിക്കൊള്ളുന്നില്ല സച്ചേട്ടാ. അതുകൊണ്ടല്ലേ. സച്ചേട്ടൻ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ ദേഷ്യപ്പെടരുത്. സമാധാനപരമായിട്ട് അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പ്രശ്നം ഉണ്ടാക്കരുത്. സമാധാനം. കയ്യിൽ നിന്ന് അടി മൊത്തം അവൻ മേടിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. അയ്യോ സച്ചേട്ടാ, പോവല്ലോ സച്ചേട്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി മറ്റേ വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്ന് പറഞ്ഞ പോലെ ഇറങ്ങി ഓടുകയാണ് കേട്ടോ. അങ്ങനെ നേരെ വീട്ടിനകത്തേക്ക് ചെല്ലുകയാണ്. ഹെഡോന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. സുതിയാണെങ്കിൽ അവിടെ ഇരിക്കുവാണല്ലോ, അവനിങ്ങ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. രേവതി പുറകെ പോകുന്നുണ്ട് കേട്ടോ. എവിടെന്ന് നമ്മുടെ സച്ചി നിൽക്കുന്നുണ്ടോ. അപ്പോഴത്തേക്കും സച്ചിനെ കണ്ടതും നമ്മുടെ സുതി എണീറ്റിട്ട്, അമ്മേ ദേ അവൻ എന്നെ തല്ലാൻ വരുന്നമ്മേ, തല്ലരുതെന്ന് പറയമ്മേ, അയ്യോ അമ്മേ ദേ എന്നെ തല്ലാൻ വരുന്നമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ നമ്മുടെ സച്ചി സുധീനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുകയാണ്. നമ്മുടെ പൈലിയാണെങ്കിൽ കൈ കെട്ടി ഇതെല്ലാം കണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. ഈ സമയത്താണെങ്കിൽ സുധി പോയി ചന്ദ്രയുടെ പുറകെ നിന്നു. അപ്പം ചന്ദ്ര പറഞ്ഞു, തൊട്ടു പോവല്ലേ സുധീനെ, ഇവനെ ഞാൻ തൊടുവില്ലോ നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ സുധീനെ ഇട്ട് ഓടിക്കുക. അങ്ങനെ സുധി സ്റ്റേക്കേഴ്സ് കയറി ഓടിയപ്പോഴത്തേക്കും സച്ചി പുറകെ പോയി പിടിച്ച് വലിച്ചോണ്ട് വന്ന് അതിന്റെ കൂടെ രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി. സച്ചിയാണെങ്കിൽ കുറെ ആയി നിന്നെ സഹിക്കുന്നു, ഇനി എനിക്ക് നിന്നെ സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലോ അവിടെ സ്റ്റേക്കേഴ്സിന്റെ അവിടുത്തെ കൈവരിയിൽ ഇങ്ങനെ കയറ്റി നിർത്തിയപ്പോഴത്തേക്കും നമ്മുടെ സുധി അവിടെ നിന്നൊരു ഊർന്നൊരു വരവ് വരുന്നുണ്ട്. സത്യം പറഞ്ഞ ചിരി വരും ആ ഒരു കാഴ്ച കഴിഞ്ഞിട്ടുണ്ടായില്ലേ. അങ്ങനെ ഊർന്നിറങ്ങി വന്ന് താഴെ നിലത്തടിച്ചു കുത്തി വീട്. അവിടെ നിന്ന് എണീറ്റിട്ട് എന്റെ പൊന്നച്ചാ എന്നെ അടിക്കില്ലെന്ന് പറയച്ചാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രന്റെ പുറകെ പോയി വിളിച്ച് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് മാറച്ചാന്നും പറഞ്ഞു സച്ചി അവരുടെ ഇന്ന് കൊടുക്കും. അവൻ കുറെ നാളായി മനുഷ്യന് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. ഇവന്റെ ഇന്നത്തോടു കൂടി ഇവന്റെ എല്ലാ അഹങ്കാരം അവസാനിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് സച്ചി വീണ്ടും അങ്ങോട്ട് ചെന്നിട്ട് കുറെ അടി കൊടുക്കാണ് കേട്ടോ. വലിച്ചെടുത്ത് അടി കൊടുക്കുന്നത്. ഈ സമയത്താണ് പൈലി കൈ കെട്ടി തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പൈലി മൈൻഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് നമ്മുടെ സച്ചി ഇങ്ങനെ കഴുത്തെ പിടിച്ചിങ്ങനെ ഞെക്കി ഇങ്ങനെ കൊല്ലാറാക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ പൈലി എന്ന് പറഞ്ഞുകൊണ്ട്
ഒരൊറ്റ വിളിക്കുന്നുണ്ട് നമ്മുടെ സുധി. അപ്പോഴാണ് പൈലി സത്യം പറഞ്ഞ പൈലി അവിടെ ഉണ്ടെന്ന് നമുക്കും തോന്നുന്നത്, പൈലിക്കും തോന്നുന്നത് പൈലി അവിടെ ഉണ്ടെന്ന്. ഈ ഒരു സമയത്ത് എന്താ എന്താ ബോസ് എന്ന് ചോദിക്കുമ്പോ നോക്കി നിൽക്കുന്നോടാ, ഇടിക്കടാ ഇവനെ, ഇടിച്ച് ശരിയാക്കടാ, അതെ ഇവൻ എന്നെ ഇടിച്ച് ശരിയാക്കുന്നത് കണ്ടില്ലേ, നിന്നെ തീറ്റി പോറ്റുന്നത് എന്തിനാടാ, എന്നെ അടിക്കുന്നവനെ ഇടിക്കാനല്ലേ, ഇടിക്കടാ ഇവനെ ഇടിച്ച് ശരിയാക്കടാ എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, മറഞ്ഞിരുന്ന് പിന്നിലൂടെ കുത്തുന്ന ശീലം എനിക്കില്ല, പറയാനുള്ളത് നേരിട്ട് ഈ സച്ചി പറയും. അതേ ഈ സച്ചിക്ക് അറിയത്തുള്ളൂ. നെഞ്ചുറപ്പോട് കൂടി മുഖത്ത് നോക്കി പറയും, ഓ എന്നോടുള്ള ദേഷ്യത്തിലല്ലേടാ നീ കത്തെഴുതി കൊടുത്തു വിട്ടത്, ഓ പിന്നെ നിന്നോടുള്ള ദേഷ്യത്തിന് കത്തല്ല, ഞാൻ നിന്നെ തൂക്കിയിട്ട് നിലത്തടിക്കും. ഓ എന്റെ പൊന്നു പൈലി, മരത്തടി പോലെ നോക്കി നിൽക്കാനാണോടാ ഇത് 20 മുട്ടയും 2 കോഴി ഇറച്ചിയും ദിവസം ഞാൻ നിനക്ക് മേടിച്ചു തരുന്നത്? ഇല്ല ബോസ്, ഇത് നിങ്ങളുടെ ഫാമിലി മാറ്ററാ ബോസ്, നിങ്ങൾ പറയാതെ ഞാൻ ഒന്നും ചെയ്യില്ല ബോസ്. ബോസ് ഓർഡർ ഇട്ടാൽ ഞാൻ ആക്ഷൻ എടുക്കാം. എപ്പോഴേ ഞാൻ ഓർഡർ ഇട്ടു, ഇവനെ തൂക്കിയെടുത്ത് വെളി കള, ഇവനെ ഇടിച്ച് കൊല്ല്. അപ്പൊ സച്ചി എന്നെ തൂക്കിയെടുത്ത് വെളി കളയാനോ? ആഹാ, അങ്ങനെയെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. ആരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എന്നെ തൂക്കിയെടുത്ത് വെളി കളയ. എടാ സച്ചി നീ തീർന്നടാ, തീർന്ന്, പൈലി ചെല്ല്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, ഓഹോ അങ്ങനെയാണോ, എന്നാ പിന്നെ എന്നെ ഒന്ന് തീർക്കണം, എനിക്ക് കാണണല്ലോ എന്ന് പറഞ്ഞാൽ പൈലിയുടെ നേരെ ചെല്ല. പൈലി നെഞ്ചു മിരിച്ച് ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ. അങ്ങനെ പൈലി ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ കൈ വെച്ചോണ്ടിരുന്ന കൈ താത്തി ഒരൊറ്റ ഇടലിട്ടു. ഏതായാലും ഈ സമയത്ത് രേവതിക്കൊക്കെ പേടിയായി. രേവതി പറഞ്ഞു, സച്ചേട്ട വേണ്ട സച്ചേട്ട, ഇങ്ങ് പോരെ സച്ചേട്ടാന്ന്. കാരണം ഒരടി അങ്ങനെ കൊടുത്താൽ നമ്മുടെ സച്ചി ചത്തുപോയ എന്ത് ചെയ്യും? രേവതി അവിടെ നിന്ന്, അയ്യോ വേണ്ട സച്ചേട്ടാ, വേണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി, എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്റെ ബോഡി ഗാർഡ് പൈലിയായിട്ട് വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്ര പറഞ്ഞു, നിനക്ക് എന്താ ഭ്രാന്താണോ അവിടെ ഗുണ്ടകളെയും കൊണ്ട് വീട്ടിൽ വരാന്? ഇവൻ ആരാണെന്ന് അറിയാമോ? ഇവൻ 10 പേരെ ഒറ്റയ്ക്ക് നേരിടും. ഇവന്റെ ഈ കൈ കണ്ടോ, കൈ ഈ കൈക്കരുത്ത് കണ്ട പലരും പേടിച്ച് താഴെ വീണിട്ടുണ്ടെന്ന് പറഞ്ഞ് മസിലൊക്കെ പൊക്കി കാണിക്കുകയാണ്. ഇപ്പോഴും ഉണ്ടല്ലോ ഇവനുണ്ടല്ലോ 10ഓ 100ഓ പേര് ഒരുമിച്ച് വെട്ടിയിടും, പക്ഷെ കൊല്ലത്തില്ല. ഇവന് കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലാത്ത രീതിയിൽ ഇഞ്ച പരുവത്തിലാക്കും ഇവന്, അല്ലാതെ വേറൊന്നും ഇവൻ ചെയ്യത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പൈലിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്, സുധിയെ തന്നെ ഇങ്ങനെ മാറി നോക്കുകയാണ്. ബാക്കിയുള്ളവർക്കെല്ലാം പേടി. ഇപ്പൊ നമ്മുടെ സച്ചിനെ കൊല്ലുവോന്ന് അറിയില്ലല്ലോ, ഇഞ്ച പരുവാക്കുമെന്ന് അറിയില്ലല്ലോ. ഏതായാലും ഈ സമയത്ത് സുധി വീണ്ടും പറയാ, എന്റെ പൈലിയോട് ഞാൻ ഓർഡർ ഇട്ടു, സച്ചി എന്റെ പൈലിയെ ഒന്ന് തൊട്ട് നോക്കണ, നിന്നെ ഇഞ്ചം പരുവാക്കുവെന്ന്. ഇത് കേട്ടോ നമ്മുടെ രേവതി, എന്റെ പൊന്നു സച്ചേട്ടാ പോവല്ലേ, ഇങ്ങ് വാ സച്ചേട്ടാ, മാറി നിക്ക് സച്ചേട്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ പൈലി, നിനക്ക് എന്റെ ബോസിനെ അടിക്കണോടാ, നിനയെ എന്റെ ബോസിനെ തൊടത്തില്ല, അത് നീ മനസ്സിൽ വെച്ചാ മതി. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്റെ ബോസിനെ തൊടാൻ നിനക്ക് കഴിയില്ല. അങ്ങനെ എങ്ങാനും തൊട്ടാലേ നിന്റെ പൊടി പോലും ഇവിടെ കാണത്തില്ലടാന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സുധി അയാളെ പിടിച്ച് മാറ്റുന്നുണ്ടല്ലോ, സച്ചിയുടെ ദേഹത്ത് വല്ലതും തൊട്ടാലേ നീ വിവരം അറിയും, നീ അവനോട് വെളി പോകാൻ പറ. ഇല്ല പറയത്തില്ല. ഇവനുണ്ടല്ലോ സച്ചിനെ ഞാന് ഉപദ്രവിക്കാൻ വേണ്ടി തന്നെയാ ഇവനെ കൊണ്ടുവന്നത്, ഇവൻ എന്റെ ബോഡി ഗാർഡനാ, അതും കൊണ്ട് ഞാന് പോകാൻ പറയത്തില്ല. ചന്ദ്രേ സുധിയോട് പറ പോകാനായിട്ട്, ഇത് ചുമ്മാ വലിയ പ്രശ്നമാവേ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എടാ എന്റെ പൊന്നേട്ടാ, ഇതുണ്ടല്ലോ ഫാമിലി മാറ്റർ, അതിൽ മറ്റുള്ളവരെ കൊണ്ടുപോയി ഇടപെടുത്തുന്നത് ശരിയല്ല കേട്ടോ, അതുകൊണ്ടൊരു കാര്യം ചെയ്യ എന്റെ പൊന്നു സുധിയേട്ട, അവനെ പറഞ്ഞു വിടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, അടാ നിനക്കെന്നാടാ എന്നെ തല്ലനോടാ, നിന്നെ ഉണ്ടല്ലോടാ ഞാനെന്ന് പറഞ്ഞ് കോളറിൽ കയറി ഇങ്ങ് പിടിക്കുകയാണ് നമ്മുടെ പൈലിയുടെ. ഇപ്പോഴത്തേക്കും നമ്മുടെ പൈലി എന്ത് ചെയ്തു, നമ്മുടെ സച്ചിയുടെ നെഞ്ചത്ത് അവിടെയുള്ള ബട്ടലിൽ കയറി അങ്ങ് പിടിച്ച് ഒരൊറ്റ തിരി അങ്ങ് തിരിച്ചു കേട്ടോ. സച്ചി ഒരൊറ്റ നോട്ടം നമ്മുടെ പൈലിനെ നോക്കി തീർത്തൊരൊറ്റ ഒരെണ്ണം പൈലിക്ക് കൊടുത്തതും നമ്മുടെ പൈലി തെറിച്ച് എങ്ങോട്ടോ പോകുന്നത് കണ്ടു. പിന്നെ നമ്മുടെ പൈലിനെ കാണുന്നത് നിറ കണ്ണുകളുമായിട്ടിരുന്ന് കരയുന്ന ഒരു രംഗമാണ്. ഈ സമയത്ത് വീണ്ടും പൈലി പറയുന്നുണ്ട്, എന്റെ ബോസിനെ തൊട്ട നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, എന്ന് പറയുമ്പോ സച്ചി വെറുതെ വിടില്ലേ, നീ എന്നെ വെറുതെ വിടണ്ട, നിന്നെ ഞാനും വെറുതെ വിടുന്നില്ലെന്ന് സുധി പറയുന്നുണ്ട്. നിങ്ങൾ നിന്ന് പ്രസംഗിക്കാതെ എന്റെ പൊന്നു പൈലി കൊടുക്കടാ, അവനെ കൊടുത്ത് അടിച്ച് വെളിയിലെടുത്ത് കളയടാ, അല്ലാതെ ഇങ്ങനെ പ്രസംഗിച്ച് നിന്നിട്ട് ഒരു കാര്യവും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഏതായാലും ഇതിനു ശേഷമാണ് അടിയും കൊണ്ട് നമ്മുടെ പൈലി ഒരു മൂലയ്ക്ക് കിടന്ന് മോങ്ങലെന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് മോങ്ങലാണ്. അയ്യോ എന്നെ തല്ലിയേന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കാർച്ച. അതും നമ്മുടെ പൈലിയുടെ ശരീരവും ആ കാർച്ചയൊക്കെ വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അവിടുത്തെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ രേവതിയൊക്കെ പേടിച്ചു നിന്നതല്ലേ, ഇത് കണ്ടതും രേവതിക്ക് സത്യം പറഞ്ഞ ചിരി വന്നിട്ട് രേവതി പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഒരടി അടിച്ചപ്പം പൈലി താഴെ വീണു. പൈലി ആരാ? ബോഡി ഗാർഡായിട്ട് വന്നതാണ്, ഗുണ്ടയാണെന്ന് ഓർത്തോണം. സച്ചിയുടെ ഒരടിക്ക് പോലും നമ്മുടെ പൈലി ഇല്ലെന്നുള്ളതായിരുന്നു സത്യം. അതുപോലെ കിടന്ന് കരയുക.
എന്നിട്ട് നമ്മുടെ സുധി പറഞ്ഞു എന്റെ 20 മുട്ടയും 2 കോഴിയും കൂടെയാണ് മോങ്ങുന്നത്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു നല്ല ബെസ്റ്റ് ബോഡി ഗാർഡ്. അല്ല ഇവന് എത്ര പേരെ തല്ലി ഒറ്റയടിക്ക് ഇടുന്നാ പറഞ്ഞത്? അപ്പൊ വർഷ പറഞ്ഞു 25 പേരെ. മിക്കവാറും 25 തവണ ഇവന് ഐസിൽ കിടന്നതായിരിക്കും പറഞ്ഞത് അടി കിട്ടിയിട്ട്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അതെ അതെ അത് തന്നെയായിരിക്കും കാര്യം, അല്ലാതെ ഇവൻ കിടന്ന് മോങ്ങുന്ന കണ്ടില്ലെന്ന്. നമ്മുടെ രേവതി വീണ്ടും കിടന്ന് ഭയങ്കര ചിരി കേട്ടോ. ചന്ദ്രയാണെങ്കിൽ ചമ്മി നാറി വിളറി വെളുത്ത് നിൽക്കുകയാണ്. രവീന്ദ്രനാണെങ്കിൽ അയ്യേ കുഞ്ഞിപ്പിള്ളാരെ പോലെ കരയുന്നത് കണ്ടില്ലേ, നാണമില്ല ഇവന്, എണീറ്റ് പോടാന്ന്. അപ്പോഴും നമ്മുടെ പൈലി കിടന്ന് മോങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സുധി പറഞ്ഞാ പൈലി എണീക്കടാ, എന്തിനാടാ നീ കരയുന്നത്, നീ എണീക്ക്. അത് പിന്നെ എണീക്കാൻ പറ്റുന്നില്ല ബോസ്, എന്റെ നടു പോയി ബോസ്, എന്നെ ഒന്ന് പിടിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനും സുധിയും ഒക്കെ ചേർന്ന് ഒരു കണക്കിനാണ് നമ്മുടെ പൈലീനെ പൊക്കി ഇങ്ങനെ എടുക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ പൈലി ചോദിച്ചു അല്ല ബോസ്, ബോസിന് എന്തെങ്കിലും പറ്റിയോ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാ, ഇത്രയും നാള് ഞാൻ നിനക്ക് കരിമീനും ചിക്കനും ഒക്കെ തന്നു വളർത്തിയത് വെട്ടുപോത്തിനെ പോലെ കിടന്ന് മോങ്ങാനാണോ? എല്ലാം വേസ്റ്റ് ആയി പോയില്ലേ എന്റെ ഈശ്വര, എന്നെ നാണം കെടുത്തില്ലേടാ നീ. അപ്പോഴത്തേക്കും വർഷ ഈ ശ്രീകാന്തിൽ നിന്ന് ഭയങ്കര ചിരിയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സുധി പറഞ്ഞു ഗെറ്റ് ഔട്ട്, ഇനി നീ എന്റെ ബോഡി ഗാർഡനല്ല, ഇറങ്ങിപ്പോ. അത് പിന്നെ ബോസ് നാളെ ഞാൻ എത്ര മണിക്ക് വരണം ബോസ്? നാളെ നീ എന്റെ അടുത്ത് എന്റെ ബോഡി ഗാർഡനായിട്ട്, എടാ നാളെ എങ്ങാനും നീ എന്റെ മുമ്പിൽ വന്നാലേ നിന്നെ കൊല്ലും ഞാന്. ഇനി ഒരിക്കലും നീ എന്റെ മുമ്പിൽ വന്നു പോരുത്, എന്റെ ഷോറൂമിന്റെ പരിസരത്ത് പോലും വന്നു പോകരുത്, ഇറങ്ങിപ്പോടാ. അത് പിന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ബോസ്, നിന്നോടല്ലേടാ പറഞ്ഞ് ഇറങ്ങി പോകാന്, ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞ് നമ്മുടെ പൈലീനെ ഇറക്കി വിട്ടിട്ട് നമ്മുടെ സുധി എന്റെ 20 മുട്ട ചിക്കൻ കരിമീൻ എല്ലാം പോയോ എന്റെ ഈശ്വര, എല്ലാം പോയേ. അപ്പോഴത്തേക്ക് നമ്മുടെ പൈലി വീണ്ടും കയറി വന്നിട്ട് അത് പിന്നെ ബോസ് എന്താണ് നിനക്ക് വേണ്ടത്? എന്റെ തൊപ്പി എടുത്തോണ്ട് പോടാ, തിരിഞ്ഞു നോക്കിയിട്ടുണ്ടല്ലോ നിന്റെ മുഖത്ത് ഞാൻ എന്തെങ്കിലും വാരി വിതറും, പോടാന്ന് പറഞ്ഞു. അങ്ങനെ പൈലി നടുവും ഇങ്ങനെ കൈ കുത്തി 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 പോവുക. അപ്പോഴത്തേക്കും സുധി ഇനി മേലാൽ നീ എന്റെ കൺവെട്ടത്തേക്ക് വന്നു പോകരുത്. പൈലി പോലും പൈലി അല്ല പല്ലി. ഈ സമയം നമ്മുടെ സച്ചി സുധിയോട് പറഞ്ഞു നീ കൂടുതൽ ആക്ടിങ് ഒന്നും വേണ്ട, നീ നിക്കവിടെ, ഞാൻ ചോദിക്കുന്നതിന് നീ ആൻസർ പറഞ്ഞിട്ട് പോയാ മതിയെന്ന്. അപ്പോഴത്തേക്കും സുധി ചോദിച്ചു എന്ത് ആൻസർ, എന്ത് പറഞ്ഞിട്ട് പോകാന്? പറഞ്ഞിട്ട് പോയാ മതി എന്നും പറഞ്ഞ് കൈ ഒരു ചുരുട്ടി ഇപ്പം കൈയിൽ നിന്ന് ഇങ്ങനെ ഞൊട്ട വീഴുന്ന ഒച്ച കേട്ട് നമ്മുടെ സുധി പേടിച്ചു പോയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുധി എന്റെ ഈശ്വര ഇവന്റെ കൈ ധരിക്കുന്നുണ്ട്, ഞാൻ മുന്നോട്ട് പോണോ പുറത്തേക്ക് ഇറങ്ങി ഓടണോ മേളിലേക്ക് പോണോ? അയ്യോ ഇനി എന്താ ചെയ്യുന്നത്, ഇറങ്ങി ഓടിയ നാണക്കേടാ, ഇവിടെ നിന്നടി കൊള്ളാം, അല്ലാതെ വേറൊരു രക്ഷയില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാട്ടോ രണ്ടും കൽപ്പിച്ച്. അപ്പോഴത്തേക്ക് സച്ചി വീണ്ടും എടാ എന്നും പറഞ്ഞു വിളിച്ചു. എടാ നീ ഇതുപോലെ 10 ബോഡി ഗാർഡിനെ കൂട്ടിയിട്ട് വാ, സച്ചിനെ തൊടാനേ കഴിയില്ല. എന്നെ വളർത്തിയത് ഈ നിൽക്കുന്ന ചന്ദ്രയല്ല, എന്റെ അച്ചമ്മയാ. ഇത് കേട്ടത് നമ്മുടെ രേവതി കൈ കൊട്ടിയിട്ട് എന്റെ പൊന്നു സച്ചിട്ട് ഇത് എന്തൊരു ഡയലോഗ് സച്ചിട്ട് കോട്ട് കൈ എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ നിന്ന് വിളറി വെളുക്കുക. അപ്പൊ നമ്മുടെ സുധി പറഞ്ഞു ഒരു കാര്യം ചെയ്യാടാ, നമുക്ക് സംസാരിച്ച് തീർക്കാം. ഓഹോ ഇങ്ങനെയല്ലല്ലോ നീ പറഞ്ഞത്, അത് പിന്നെ നേരത്തെ ഞാൻ അങ്ങനെ പലതും പറഞ്ഞു കാണും, ഞാൻ ഇനി നേരെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് ആ ലെറ്റർ കൊടുത്തു വിട്ടത് നീ തന്നെയാ. എടാ മിണ്ടി പോരുത്, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഞാനല്ലെന്ന്. അത് പിന്നെ കൊടുത്തു വിട്ട ആള് നിന്റെ പേരല്ലേ എന്നോട് പറഞ്ഞത്, അതേതവനാ? അത് പിന്നെ അവന്റെ പേര് നിനക്കറിയാലോ, നീയല്ലേ അവന് കൊടുത്തു വിട്ടത്. ദേ എന്റെ പൊന്നു സുധി, ഞാൻ നിന്നോട് പറഞ്ഞു ഞാനല്ലെന്ന്, നിന്നെ ഞാൻ അടിച്ച് കൊല്ലുന്നു പറഞ്ഞ് കൈ വാങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രവീന്ദ്രൻ എന്താണ് ഈ കാണിക്കുന്നത്, നിർത്ത്. അത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്ന അച്ഛന് തോന്നുന്നുണ്ടോ അച്ഛാ? എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം, അതിനുവേണ്ടി രാവും പകലും ഇല്ലാതെ ഞാൻ ഓടുക. അതിൽ മാത്രം എന്റെ ശ്രദ്ധ, അല്ലാതെ ഇവനെയൊക്കെ ഭയപ്പെടുത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടാനില്ല. അല്ല നീ എന്തിനാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൈ ഓങ്ങുന്നത്? ഇത് എവിടത്തെ ന്യായമാടാ? അത് പിന്നെ ചെയ്തത് അല്ലല്ലോ, ഞാൻ ചെയ്യാത്ത കാര്യമല്ല, അപ്പൊ എനിക്ക് ദേഷ്യം വരില്ലേ? അപ്പൊ ചന്ദ്രൻ പറഞ്ഞു പിന്നെ ചെയ്ത കാര്യം തന്നെയാ, ചെയ്യാത്ത കാര്യമല്ല, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്തോ, ഭാര്യയും ഭർത്താവും. അതിൽ ഞാൻ മരിക്കുന്ന എഴുതിയിരിക്കുന്നത് അറിയാലോ, ഞാന് പെട്ടെന്ന് മരിക്കണം, അതല്ലേ നിന്റെയൊക്കെ ആഗ്രഹം, അത് തന്നെയാ നിന്റെ ആഗ്രഹം. ഇത് കേട്ടോ നമ്മുടെ സച്ചിക്ക് വീണ്ടും കലി കയറി വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? അപ്പൊ വർഷ പറഞ്ഞു ഇങ്ങനെ ഒച്ച വെക്കല്ലേ, ഇങ്ങനെ ഒച്ച വെച്ചാലേ ആ കത്തിൽ എഴുതിയ പോലെ ഇപ്പൊ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് ആന്റി ചത്തു പോകുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് എന്റെ പൊന്നു വർഷം ഒന്നും മിണ്ടാതിരിക്കാറ്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി കത്ത് അയച്ചിട്ടില്ലെന്നാ പറഞ്ഞ, നീ ആ വിഷയം വിട്. അങ്ങനെ വിടാൻ പറ്റില്ല അച്ഛാ, ഇവൻ തന്നെയാ ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് കൺഫേം അച്ഛാ, അതുകൊണ്ടാന്നേ ഇവൻ കത്ത് കൊടുത്ത് വിട്ട ആള് തന്നെ എന്നോട് പറഞ്ഞത്. ഇതിൽ പരം എന്ത് തെളിവാ വേണ്ടത്? ആ പറഞ്ഞത് ആരാണെന്ന് പറയാനാ ഞാൻ ചോദിച്ചത്, അവന്റെ പേരെന്താണെന്ന് എനിക്കറിയണം, എനിക്കത് അറിയണം. അത് പിന്നെ പേര് അപ്പൊ പാർലർ നടത്തിയോട് ചോദിക്കുകയാണ്, അത് പിന്നെ പാർലർ നടത്തി പേര് നിനക്കറിയായിരിക്കൂല, പറ. അത് പിന്നെ പേരൊന്നും അറിയത്തില്ല, അത് ഒരു സാമിജിയാ ഞങ്ങൾക്ക് ആ ലെറ്റർ തന്നത്.
എന്നിട്ട് ആ സ്വാമിജി പറഞ്ഞത് ലെറ്റർ കൊടുത്ത് തന്നിട്ട് അത് സച്ചിയാ കൊടുത്തതെന്ന്. ഓഹോ, എങ്കിൽ പിന്നെ അയാൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമല്ലോ. എടാ മന്ദബുദ്ധി, നീ അപ്പ എന്നെ വിളിക്കണമായിരുന്നു. അയാൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ച് അറിയായിരുന്നല്ലോ, കറക്റ്റ് വിവരം അറിയായിരുന്നല്ലോ. നീ അയാൾ പറയുന്നതും കേട്ട് വിശ്വസിച്ച് എടാ മന്ദബുദ്ധി ആയി പോയല്ലോടാ നീ എന്നിങ്ങനെ നമ്മുടെ സച്ചി കളിയാക്കിയപ്പോ രേവതിയും പറഞ്ഞു കേട്ടോ, എന്തോ ഉണ്ട്. അപ്പൊ പിന്നെ ആ കത്ത് തന്ന അയാള് തന്നെയായിരിക്കും ഈ കത്ത് വീണ്ടും വീണ്ടും എഴുതി തരുന്നത്. അപ്പൊ അയാള് തന്നെയായിരിക്കും ഇതിലെ പ്രതി എന്ന് മനസ്സിലാക്കാണ് രേവതി. ഇത് കേട്ടത് നമ്മുടെ ശ്രുതിയും ഞെട്ടിപ്പോ. കാരണം രേവതി അത്യാവശ്യം കാര്യങ്ങൾ കണ്ടുപിടിച്ചല്ലോ. അപ്പം സച്ചിൻ പറഞ്ഞു, ശരിയാ, രേവതി പറഞ്ഞത് കറക്റ്റ്. അപ്പൊ അയാള് തന്നെയായിരിക്കും ഇതിനു മുമ്പും കത്ത് എഴുതി തന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ അയാള് കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാക്കണം, ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തെങ്കിലും തെറ്റാരെങ്കിലും ചെയ്ത് കാണുമല്ലോ, അയാളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിലാണല്ലോ അയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിട്ടുള്ളൂ. അപ്പം ഒന്നെങ്കിൽ ശ്രുതി നീ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ളവർ തെറ്റ് ചെയ്തു എന്ന്. ഇത് കേട്ടത് വീണ്ടും നമ്മുടെ ശ്രുതി ഞെട്ടി ഭണ്ഡാരം അടങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, ആ സമയത്ത് എന്നെ വിളിക്കുമായിരുന്നെങ്കിൽ ഇതിന്റെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ. അപ്പോഴത്തേക്ക് ചന്ദ്ര, പിന്നെ ഇവിടെ ഓരോന്ന് പറഞ്ഞ് വഴി തിരിച്ചു വിടുന്നതാ അവളുടെ ഭർത്താവിനെ രക്ഷിക്കാന്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ഇത് എന്താ എന്റെ പൊന്നമ്മേ, എന്റെ ഭർത്താവ് പറഞ്ഞില്ലേ അത് ചെയ്തിട്ടില്ലെന്ന്. ചെയ്യാത്ത കുറ്റം എന്തിനാ വെറുതെ എന്റെ ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കുന്നത്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഓ അത് വിട്, ചെയ്യാത്ത കുറ്റം ആദ്യമായിട്ടൊന്നും അല്ലല്ലോ എന്റെ തലയിൽ കെട്ടിവെക്കുന്നത്, ഇത് പണ്ട് മുതലേ തുടങ്ങിയതാ. ചെയ്യാത്ത കുറ്റം ചുമക്കുന്നത് എനിക്കൊരു ശീലമായി. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ശരി ശരി വിടുന്ന്. അപ്പൊ എന്തോ ഒരു എന്തോ സംതിങ് റോങ് ഉണ്ട് കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടുമല്ല, ഈ ചെയ്യാത്ത കുറ്റം പണ്ട് മുതലേ നമ്മുടെ സച്ചി ഏറ്റെടുക്കുന്നതെന്ന് ഇപ്പോഴല്ല, പണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു ദുരൂഹത ഇതുവരെ തെളിഞ്ഞിട്ടില്ല കേട്ടോ. ഏതായാലും ഈ സമയത്ത് എന്നാൽ പിന്നെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാം എന്ന് തന്നെയാണ് നമ്മുടെ രേവതിയും വർഷയും ഒക്കെ പറയുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് വീണ്ടും ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന നമ്മുടെ വർഷനെ അല്ലല്ലോ ശ്രുതിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ കാത്തിരിക്കുക എല്ലാവരും അടുത്ത വിശേഷത്തിനായിട്ട്. പ്രമവിശേഷമായിട്ട് നമ്മൾ ഇന്ന് വൈകിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കാണുന്നവർ പ്രമവിശേഷം ഉച്ചയ്ക്ക് ഇടണമെങ്കിൽ, നിങ്ങൾക്ക് കാണാൻ സൗകര്യം ഉച്ചയ്ക്കാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നമ്മളിപ്പം വൈകിട്ട് ഒരു 9:30 ഇന്ന് വിടുന്നത്. നിങ്ങൾക്ക് കാണാൻ സൗകര്യം ഒരു ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഇടാം. അപ്പൊ ഒന്ന് കമന്റ് ചെയ്തേക്കട്ടെ. അപ്പൊ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.